എടാ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തെ കോഴിക്കള്ളന്മാരെ കുറിച്ചാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ഒരു കോഴി വാങ്ങിക്കാൻ വേണ്ടി കടകളിൽ പോകും. പല റേറ്റാണ് പല കടകളിൽ. ഒരിടത്ത് പോയപ്പോൾ 138, അപ്പുറത്തെ കടയിൽ പോയപ്പോൾ 140, അതിൻ്റെ തൊട്ടടുത്ത് ഒരു 500 മീറ്റർ അപ്പുറത്തുള്ള കടയിൽ പോയപ്പോൾ 135. ഇന്നലെ മലയൻകീഴ് ഇവിടെ നിന്ന് 7 കിലോമീറ്റർ മാത്രം, അതായത് നമ്മുടെ മരുതൂർ കടവ്, അതായത് കൈമലത്തിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ മാത്രം അപ്പുറത്ത് 117 രൂപയ്ക്ക് അല്ലെങ്കിൽ 116 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ചിക്കൻ തിരുവനന്തപുരത്ത് ഒരു 7 കിലോമീറ്റർ ഇപ്പുറത്ത് വരുമ്പം അത് 140 രൂപ ആവുന്നു. 23 രൂപ എന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പം കേരള ചിക്കൻ്റെ വിലയെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് 119 രൂപയാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നത്, സിറ്റിയിൽ താമസിക്കുന്നവർ 140, 138, 135, മിനിമം 135 ഒക്കെ കൊടുത്താണ് നമ്മൾ ഞായറാഴ്ച ഒരു 5 കിലോ ചിക്കൻ വാങ്ങിക്കുന്നവരുടെ കയ്യിൽ നിന്നും 100 രൂപ അല്ലെങ്കിൽ 125 രൂപ വരെ ഇവർ ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയത്. കൊള്ള ലാഭം എന്ന് പറഞ്ഞാൽ വേറെ, ഇത് കൊള്ള ലാഭം മാത്രം 125 രൂപയിൽ കൂടുതൽ ഒരു കട കൊള്ളയടിക്കുകയാണ്. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഈ മരുതൂർ കടവ് തൊട്ട് ഈ ബണ്ട് റോഡ് വരെയുള്ള ഒരു 3 കടകളുണ്ട്. അതിനകത്ത് ചിക്കൻ കട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ 3 കടകളുടെ റേറ്റാണ് 135, 138, 140. എന്നാൽ നമുക്കൊരു 7 കിലോമീറ്റർ അപ്പുറത്ത് മലയൻകീഴ് പോയാൽ 117 രൂപയ്ക്ക് വാങ്ങിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഞായറാഴ്ച വില മാറിക്കാണും. ഞാൻ നോക്കിയപ്പോൾ കേരള ചിക്കന് 119 രൂപയാണ് തിരുവനന്തപുരത്തെ റേറ്റ്. ഓരോ ജില്ലയ്ക്ക് ഓരോ റേറ്റ് ഉണ്ട്. നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിക്കൻ റേറ്റ് ട്രിവാൻഡ്രം എന്ന് അടിച്ച് കഴിഞ്ഞാൽ അവർ കേരള ചിക്കൻ്റെ ഒരു സൈറ്റ് വരും, അതിനകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ട്രിവാൻഡ്രം 119 രൂപയാണ്. 140 രൂപ വരെ നമുക്ക് കൊടുത്ത് ഇവിടെ നമുക്ക് ഞായറാഴ്ച ചിക്കൻ വാങ്ങിക്കാൻ വരികയാണ്. കാര്യം എന്ന് പറയുന്നത് 5-10 രൂപയല്ല, ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് 125 രൂപയോളം നഷ്ടം. 135 രൂപയ്ക്കാണ് ഇന്ന് 5 കിലോ ചിക്കൻ വാങ്ങിച്ചത്. 135 രൂപയ്ക്ക് 5 കിലോ ചിക്കൻ 119 രൂപ ഉള്ളൂ. 120 രൂപയായി. 15 രൂപ വെച്ച് 5 കിലോ ആയപ്പോൾ എത്ര രൂപയായി? 75 രൂപ എൻ്റെ കയ്യിൽ നഷ്ടം. എത്ര കസ്റ്റമർ വരും ഒരു ദിവസം? ഞായറാഴ്ച എത്ര കസ്റ്റമർ ഈ 3 കടകളിൽ ഒരു ചിക്കൻ വാങ്ങിക്കാൻ വരും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അവന്മാരുടെ കൊള്ള ലാഭം. ഇതിനെതിരെ തിരുവനന്തപുരം നഗരസഭ എന്താണ് നടപടിയെടുക്കാൻ പോകുന്നത്? അവർ ചിലപ്പം അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യമായിരിക്കും. ഞാൻ ഇന്ന് രാവിലെ തന്നെ ആശാനാഥിന്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് നമ്മുടെ കൗൺസിലറാണ്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളിയെ. അപ്പം അവർ ഇവിടെ ഈ 3 കടകളിലും അല്ലെങ്കിൽ ഒരു കടകളിലും ഇപ്പം ചിക്കൻ്റെ റേറ്റ് അവരിടൂല. കാരണം എന്ന് വെച്ചാൽ ചിക്കൻ്റെ റേറ്റ് പബ്ലിഷ് ചെയ്യണമെന്നാണ് നിയമം. അവിടെ ഒരു ബോർഡ് വയ്ക്കണം, ചിക്കൻ്റെ റേറ്റ് ഇന്നത്തെ വില എത്രയാണ്. അതൊന്നും ഇട്ടിട്ടില്ല. കാരണം അവരൊക്കെ തോന്നിയ വില ചെന്ന് ചോദിക്കുമ്പോഴായിരിക്കും അറുത്ത് മുറിച്ചിട്ട് പറയും ഇത്ര രൂപ, 135, 138, 140, 140 രൂപയ്ക്ക് വിൽക്കുന്നവന്മാരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 121 രൂപ അല്ലെങ്കിൽ 119 രൂപ ഇന്നത്തെ റേറ്റുള്ള സമയത്ത് 140 രൂപ, 21 രൂപ ഒരു കിലോയ്ക്ക്. ഒരു കിലോ എന്ന് പറയുമ്പോൾ ഒരു സാധാരണപ്പെട്ടൊരു വീട്ടിൽ 3 കിലോ വാങ്ങിക്കും 63 രൂപ. ഒരു സാധാരണക്കാരൻ്റെ ഇത് പോകുമ്പോൾ 10 കിലോ വരെ വാങ്ങിക്കുന്ന വലിയ വലിയ വീട്ടുകാർക്ക് എത്ര രൂപ? അവർക്ക് ചിലപ്പോൾ പൈസ അവർ നോക്കില്ല. പക്ഷേ സാധാരണപ്പെട്ട ഒരാൾ ഒരു 5 കിലോ ചിക്കൻ വാങ്ങിക്കുമ്പം നമുക്ക് 125 രൂപയോളം നഷ്ടമാണ്. അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പം നടക്കുന്നത് വലിയൊരു കൊള്ളയാണ്. ഇത് നിങ്ങൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ ശ്രദ്ധയിലെടുക്കണം. നിങ്ങളൊരു വില നിശ്ചയിക്കണം. അല്ലെങ്കിൽ കേരള ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു റേറ്റ് സൈറ്റിൽ വരുന്നുണ്ട്, ആ റേറ്റിനെ കൊടുക്കാവൂ റീറ്റെയിൽ എന്നുള്ള നിയമം നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ എത്ര പേരിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരമാവധി ഒന്ന് റീച്ച് ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇതുപോലെ പോകുന്നുണ്ട് പൈസ ഓരോ കാര്യത്തിനും. ഇതൊരു ചെറിയ കാര്യമായിട്ട് എടുക്കാൻ പാടില്ല, വലിയൊരു കൊള്ളയാണ്. 125 രൂപ ഒരു കസ്റ്റമറിൻ്റെ പോകുമ്പോൾ 10 പേരാകുമ്പോൾ 1250 രൂപ കൊള്ള ലാഭമാണ് അവന്മാർക്ക് കിട്ടുന്നത്. കൊള്ള ലാഭം വേറെ. ലാഭം എന്ന് പറയുന്നത് 119 രൂപ എന്ന് പറയുന്നത് ഇവർക്ക് 107 രൂപയ്ക്ക് 108 രൂപയ്ക്ക് കിട്ടും. 10-12 രൂപ അല്ലാതെ ലാഭമുണ്ട്. ഈ 25 എന്ന് പറയുന്നത് അല്ലാതെയാണ്. അപ്പം 37 രൂപ വെച്ച് ഒരു കിലോയ്ക്ക് അവന്മാർക്ക് ലാഭം ഉണ്ടാക്കുകയാണ്. 12 രൂപ ലാഭം എടുക്കേണ്ട സമയത്ത് 37 രൂപയാണ് അവർക്ക് ഒരു കിലോയ്ക്ക് ലാഭം. അതൊരു സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്നാണ് ഈ 37 രൂപ പോകുന്നത്. 37-ൽ 12 അവരുടെ ലാഭം. 25 രൂപ അധിക ചിലവായിട്ട് 1 കിലോ ചിക്കൻ ഇവിടെ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ദയനീയമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം മലയൻകീഴ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്നും പോകണ്ട, ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ഉള്ളൂ. 7 കിലോമീറ്റർ അപ്പുറത്ത് 118, 116 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ഇവിടെ വരുമ്പോൾ എങ്ങനെ 140 ആകും? ടാക്സ് വല്ലതും ഉണ്ടോ? ഇതിൻ്റെ ഇടയിൽ ടോളോ അങ്ങനെ എന്തെങ്കിലും ഇവർ കൊടുക്കേണ്ടി വരുന്നുണ്ടോ? അപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുക. ഇത് പറ്റുന്ന അധികാരികൾക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിന് ഈ നടപടി എടുക്കാൻ പറ്റുന്ന അധികാരികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, നമസ്കാരം.